ഏത് അമ്പലം? ഇന്ന് പായമ്പലേക്കട, പായമ്പലം. നാലമ്പലത്തിലെ അവസാനത്തെ അമ്പലമില്ലേ, ആ അമ്പലത്തിലേക്കാ. നാലമ്പലങ്ങളിൽ നമ്മളെങ്ങനെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രവും മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രവും പിന്നിട്ടു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നാലമ്പലങ്ങളിലെ സമാപന ക്ഷേത്രമായ പായുമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിലാണ്. ത്യാഗസന്നദ്ധത പൂർത്തിയാക്കാൻ സാധിക്കാത്ത പുരാണ കഥാപാത്രമായ ശത്രുഘ്നനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തൃശൂർ ജില്ലയിലെ അരിപ്പാലത്ത് പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ പായുമ്മൽ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠയുടെ ഐതിഹ്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ നാലമ്പലവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതായത് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക കടലെടുത്തപ്പോൾ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന 4 വിഗ്രഹങ്ങളും കടലിനടിയിൽപ്പെട്ടു. പിന്നീട് മീൻ പിടിക്കാൻ പോയ മുക്കുവർക്ക് ഈ വിഗ്രഹങ്ങൾ കിട്ടുകയും അവർ അന്നത്തെ നാട്ടുപ്രമാണിയായ വാക്കയിൽ കൈമളിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജ്ഞാനസിദ്ധിയാലാണ് പിന്നീട് 4 സ്ഥലത്ത് ഈ 4 അമ്പലങ്ങൾ വരുന്നത്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, നാലമ്പലത്തിലെ അവസാന ക്ഷേത്രമായ പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വിഗ്രഹം മറ്റു 3 അമ്പലങ്ങളിലെ വിഗ്രഹത്തെക്കാൾ ചെറുതാണത്രേ. അതിന്റെ പിന്നിലും വാമൊഴിയായി വന്ന ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. 4 അമ്പലങ്ങളിലെയും വിഗ്രഹം നിർമ്മിക്കാൻ വന്ന ശില്പിയോട് ശത്രുഘ്നസ്വാമി പറഞ്ഞത്രേ, ജ്യേഷ്ഠന്മാരോടൊപ്പം വലിപ്പം തനിക്കില്ല എന്ന്, അതുകൊണ്ട് എനിക്കുണ്ടാക്കുന്ന വിഗ്രഹം ചെറുത് മതിയെന്ന്. അത് വാമൊഴിയായി പറയുന്ന കഥയാണ്. ഇവിടുത്തെ വിഗ്രഹവും ചതുർബാഹുവാണ്. പിന്നെ ഉപദേവതകളായിട്ട് ഗണപതിയുണ്ട്. അതുപോലെ തന്നെ മുഖമണ്ഡപത്തില് നമുക്ക് ഹനുമാനെയും കാണാം. ചതുരാകൃതിയിലുള്ള കരിങ്കല്ല് കൊണ്ടാണ് ഇവിടുത്തെ ശ്രീകോവിൽ പണിതിരിക്കുന്നത്. ശത്രുഘ്നൻ സുദർശനാവതാരമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്നത് സുദർശന ചക്രം സമർപ്പിക്കുകയും സുദർശന പുഷ്പാഞ്ജലിയുമാണ്. പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാടാണ് മീനൂട്ട് വഴിപാട്. ഇതിന്റെ പിന്നിലും വേറൊരു ഐതിഹ്യമുണ്ട്. അതായത് വരുണ സാന്നിധ്യമുള്ള തീർത്ഥക്കുളത്തില് മഹാവിഷ്ണുവിന്റെ ആദ്യ അവതാരമായ മത്സ്യാവതാരത്തിന്റെ സങ്കല്പത്തിലാണത്രേ ഈ വഴിപാട് നടത്തുന്നത്. രാമായണ കഥ വായിച്ചവർക്കും കേട്ടവർക്കും ത്യാഗസന്നദ്ധതയുടെ രൂപമായ ശത്രുഘ്നൻ എന്ന കഥാപാത്രത്തെ അറിയാൻ സാധിക്കും. ശ്രീരാമനെ എങ്ങനെയാണോ ലക്ഷ്മണൻ, അതുപോലെ ഭരതന് നിഴലായി ശത്രുഘ്നൻ ഉണ്ടായിരുന്നു. ലവണാസുരനെ വധിച്ച് രാജ്യത്തെ രക്ഷിച്ചതും ശത്രുഘ്നനായിരുന്നു. ഒരു കാലത്ത് പായമ്മൽ ക്ഷേത്രം സാത്വിക കർമ്മങ്ങളുടെ അഭാവം മൂലം ചൈതന്യരഹിതമായിരുന്നു. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്തും ക്ഷേത്ര സങ്കേതത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പിന്നീട് നാട്ടുകാരുടെ ശ്രമത്തിലാണ് ഈ കാണുന്ന ക്ഷേത്രം ഇവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ പണ്ടിവിടെ ഉണ്ടായിരുന്ന പഞ്ചലോക വിഗ്രഹം കണ്ടെത്താൻ ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു. കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോഴത് ക്ഷേത്ര സമുച്ചയത്തിന് പിന്നിലുള്ള കുളത്തിലുണ്ടെന്നാണ് വിശ്വാസം. ശത്രുഘ്നസ്വാമി ഇരിക്കുന്നത് ശാന്തഭാവത്തിലാണ്. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. ശ്രീരാമന്റെ വനവാസത്തിന് കാരണക്കാരിയായ മന്ദരയെ വധിക്കാൻ പുറപ്പെട്ട ശത്രുഘ്നനെ ഭരതൻ തടഞ്ഞു വെച്ചത്രേ.
കോപമടക്കിയിരിക്കുന്ന ശാന്തഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. നമ്മോടൊപ്പം ഉള്ളത് പായമൽ ക്ഷേത്രത്തിലെ തന്ത്രിയും ഊരാളനുമായ തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടാണ്. എന്തൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഒരുക്കങ്ങൾ? നാലമ്പലത്തിലെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? നാലമ്പലത്തിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ ഈ വർഷത്തേക്ക് പ്രത്യേകിച്ചുള്ള ഒരുക്കങ്ങളൊന്നുമില്ല. എല്ലാ വർഷത്തെയും പോലെ തന്നെയുള്ള അത് ഈ തീർത്ഥാടനത്തിൻ്റെ ഒരു ഇത് തുടങ്ങിയ കാലം മുതൽ നമ്മളൊരു ചിട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് മുഴുവനും ഉള്ളത്. പിന്നെ ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മൾ സമയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തും. കാരണം ഇതൊക്കെ ആരംഭിക്കുന്ന കാലത്ത് ഒരു 12:30-1 മണിക്ക് ഉച്ചയ്ക്ക് അടയ്ക്കാറുണ്ട് എന്നുള്ളത് ഇന്നലെ 3 മണി കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം 3:30 ആയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നുണ്ട്. കാരണം പരമാവധി ജനങ്ങളും തൊഴുതിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. കാരണം അവർ ഇത്രയും ദൂരെ നിന്ന് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ 2 മണിക്ക് അടയ്ക്കുക എന്നൊരു നിയമമാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷേ 2 മണിക്ക് അടച്ച് 4:30-ക്ക് തുറക്കുന്ന 2.5 മണിക്കൂർ നേരം എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇതിൽ നിറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1 മണിക്കൂറും കൂടി അവരെ മുമ്പേ അവർക്ക് നാട്ടിലെത്താൻ പറ്റും. ദൂരത്തുനിന്ന് വരുന്നവർക്ക്, പല ദിക്കുന്നും വരുന്നവർ. അപ്പോൾ ആ ഒരു സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി ആയാലും ഒരു 9:30 വരെ അല്ലെങ്കിൽ 9 മണി എന്നുള്ളതാണ് സമയം. ആ 9 മണിക്ക് ഇവിടെ എത്ര പേരുണ്ടെങ്കിലും അവരെല്ലാവരും തൊഴുതിറങ്ങുന്നത് വരെ എന്നുള്ള ഒരു നിശ്ചയത്തിലാണ്. അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച 10-10:30 ആവാറായിട്ടുണ്ട്. കാരണം അത്രയും ജനം ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ വിശ്രമമില്ലാതെയാണ് ശത്രുഘ്നൻ സ്വാമി അനുഗ്രഹം കൊടുക്കുന്നത് അല്ലേ? അതെ, ഈ നാലമ്പല കാലത്ത്. അതെ. കാരണം അത് ഈ ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു ഇപ്പോൾ തൃപ്രയാറിലോ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയോ മുഴിക്കുളത്തിനോ അപേക്ഷിച്ച് സാധാരണ ബാക്കി 11 മാസത്തിലും ഇവിടെ ജനങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ പകരം ഈ സമയത്ത് തുറന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സാധ്യമാവും എന്നുള്ളതൊരു സംശയമാണ്. കാരണം ഈ ഒരു ചെറിയൊരു പ്രദേശത്ത് ഈ ജനങ്ങൾ മുഴുവൻ ഈ 30 ദിവസവും അധ്വാനിക്കുകയാണ്. അവർക്ക് ഒരു വിശ്രമവുമില്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് എത്രമാത്രം എന്താ പറയുക, ഈ തീർത്ഥാടനത്തിൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ തീർത്ഥാടകർ അനുഭവിക്കുന്ന ദേശം മുഴുവൻ അതിൽ ഈ അതിൻ്റെ ആഹ്ലാദത്തിലും ആനന്ദത്തിലും എന്നുള്ളത് പോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അനുഭവിച്ചും കൊണ്ട് തന്നെയാണ് ഈ ദേശം മുഴുവൻ ഇതിന് തയ്യാറാവുന്നത്. നാലമ്പല കാലം തന്നെയാണോ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് ഇവിടെ? അങ്ങനെ പറയാം. കാരണം ഇവിടെ ഉത്സവം വേറെയുണ്ട്, ദേവൻ്റേതായിട്ടുള്ള ഉത്സവമുണ്ട്. പക്ഷേ ഇത്രയും ഒരു ജനം വന്ന് പോകുന്നതായ ഒരു സന്ദർഭം മറ്റൊന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാ അമ്പലങ്ങളിലും പോയിട്ടുണ്ടായിരിക്കും. ഈ തൃപ്രയാറിനേക്കാൾ വിശാലമായ ഒരു മതിൽക്കക പര്യന്തമായിട്ടുള്ള അല്ലെങ്കിൽ ഭൂവിസ്തൃതിയുള്ളതാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിനകത്തായാലും പുറത്തായാലും. ഒന്നുകിൽ അതിനേക്കാൾ കുറച്ച് താഴെ തൃപ്രയാറിനൊപ്പം നിൽക്കുന്നതോ അതിലും കുറച്ച് കൂടുതലായിട്ട് നിൽക്കും മൂഴിക്കുളത്തിന് ഉള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മളുടെ ഈ ക്ഷേത്രത്തിനാകെ ഇപ്പോൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്തുള്ള സ്ഥലം മാത്രമേ ചിലപ്പോൾ ഈ ക്ഷേത്ര സങ്കേതം മൊത്തം ഉണ്ടാവുള്ളൂ. അതിൻ്റെ പകുതി കുളവും മറ്റുള്ള കാര്യങ്ങളും ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ, ഞാൻ പറയും, ഒരു 50 സെൻറ്റിൻ്റെ ഉള്ളിൽ ക്ഷേത്രവും ഈ ഇതുകളും നിൽക്കുന്ന ദിക്കിലാണ് ഈ 10 ഏക്കർ ഭൂവിസ്തൃതിയുള്ള കൂടൽമാണിക്യത്തിൽ വരുന്ന ജനം മുഴുവൻ വന്നു പോകുന്നത് ഈ കാലത്ത്. പക്ഷേ ഇവിടെ സാധാരണ ഒരു അവസ്ഥയിൽ ഒരാൾ ക്യൂവിൻ്റെ ഒരറ്റത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾക്ക് ഒരു 20-25 മിനിറ്റിനുള്ളിൽ തൊഴുതിറങ്ങാനുള്ള സൗകര്യമുണ്ട്. രണ്ടാമത്തെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 ദിക്കിലിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ഈ പുറത്ത് നിന്ന് കയറുമ്പോൾ തന്നെ അകത്ത് ദേവനെയും കണ്ട് തൊഴുതും കൊണ്ട് തന്നെ നടക്കിലേക്ക് എത്താം. അപ്പോൾ അയാൾക്ക് കുറച്ചും കൂടി അധിക സമയം
ഈ ദേവനെ കാണാനുള്ള ഒരവസരം, അതും ഇവിടുത്തെ അതുള്ളതാണ്. ഈ ഇത്രയും ജനം വരുമ്പോഴും ഇവിടെ ഒരു തടസ്സവുമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് ഈ ദേവൻ്റെ ഒരു പ്രത്യേകമായ കഴിവ് തന്നെയാണ്, അനുഗ്രഹം തന്നെയാണെന്ന് പറയാം. ചില യാത്രകൾ കഴിയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും വെറുതെ ആഗ്രഹിക്കാറുണ്ട് ഇത് അവസാനിക്കാതിരുന്നെങ്കിലെന്ന്. അങ്ങനെയൊരു യാത്രയായിരുന്നു നാലമ്പല യാത്ര. നാലമ്പല യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഡിവൈൻ ട്രെയിൽസ് അവസാനിക്കുന്നില്ല. മതങ്ങളുടെ അതിർവരമ്പുകൾ കടന്ന് മനുഷ്യനെ മനുഷ്യനായി കണ്ട് സംസ്കാരം തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.